ആക്ഷൻ ഹീറോ കഥാപാത്രങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈക്വലൈസർ എന്ന സിനിമയിലെ റോബർട്ട് മിക്കോൾ എന്ന കഥാപാത്രം. ഇതിപ്പോൾ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കും കാണാം കേട്ടോ. ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നോക്കിയിട്ട് ഒരു കഥാരൂപത്തിലാണ് ഞാനിത് നറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ശാന്തനായിട്ടുള്ള തൻ്റെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ട് സമാധാനമായി ജീവിച്ചു പോകുന്നൊരു കഥാപാത്രം. ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഒരാപത്ത് വരുന്നതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖം ഈ സിനിമയിൽ കാണുകയാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് റോബർട്ട് മിക്കോളിൻ്റേത്. ഇന്നത്തെ ക്യാരക്ടർ അനാലിസിസ് എപ്പിസോഡിൽ ഈക്വലൈസർ എന്ന സിനിമയിൽ ഡെൻസൽ വാഷിംഗ്ടൺ അവതരിപ്പിച്ചിട്ടുള്ള റോബർട്ട് മിക്കോൾ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. എല്ലാ ക്യാരക്ടർ അനാലിസിസ് എപ്പിസോഡിലെയും പോലെ നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി വെച്ച് തുടങ്ങാം. സിനിമ 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളിലെ പല പല ഭാഗങ്ങളായി ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറി നമുക്ക് കിട്ടും. ഇദ്ദേഹം മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് അത്യാവശ്യം നല്ല മെഡലുകളും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ. മിലിറ്ററിയിലെ സ്പെഷ്യൽ ഫോഴ്സുകളിൽ ഒരെണ്ണമാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. യൂണിഫോമിൽ നിന്ന് ഇദ്ദേഹം ഗണ്ണറി സർജൻ്റ് എന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലും തൻ്റെ ഓപ്പറേഷനുകളിലെല്ലാം വളരെ സക്സസ്ഫുള്ളായിരുന്ന മിസ്റ്റർ മിക്കോൾ മിലിറ്ററിയിൽ മുഴുവനും അറിയപ്പെടുകയാണ്. അത്രത്തോളം ഗംഭീരമായിട്ടാണ് ഓരോ ഓപ്പറേഷൻസും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഈ ഒരു സക്സസിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഏതൊരു വിഷയത്തിനെയും, ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ബൗണ്ടായിട്ട് അപ്രോച്ച് ചെയ്യുകയും അത് ഏറ്റവും നല്ല രീതിക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അതങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായി നോക്കാം. അപ്പോൾ ഇദ്ദേഹം മിലിറ്ററിയിൽ ഒരു ഡെക്കറേറ്റഡ് സോൾജിയറാണ്, ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തുപ്പാക്കി സിനിമയിൽ വിജയ് ഭാഗമായിട്ടുള്ള ഒരു സീക്രട്ട് ഏജൻസിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു സീക്രട്ട് ഏജൻസി ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഏജൻസിയിൽ ഇദ്ദേഹം ചെയ്തിരുന്നത് വളരെ സീക്രട്ടായിട്ടുള്ള ദൗത്യങ്ങളാണ്. ഈ സീക്രട്ടായിട്ടുള്ള ദൗത്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് ഒരു റെക്കോർഡിലും കാണത്തില്ല. അത്രത്തോളം സീക്രട്ടായിട്ടുള്ള ദൗത്യങ്ങൾ. ഇദ്ദേഹത്തിന് കീഴിൽ ഒരു ടീമുണ്ട്. ഈ ഒരു ടീം ആ ഒരു ഏജൻസിയിലെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടീമായിരുന്നു. ഏറ്റവും സീക്രട്ടായിട്ട് തങ്ങൾക്ക് അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള എന്നാൽ ആർക്കും അറിയാത്ത ഒരു ടീമായി മാറുന്നു ഇവർ. അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള വിജയകരമായിട്ടുള്ള തൻ്റെ ഒരു ദൗത്യം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് ഇദ്ദേഹം വിവിയൻ എന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത്. ചിട്ടവട്ടങ്ങളും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയുമായി ജീവിച്ചിരുന്ന റോബർട്ടിൻ്റെ ലൈഫിലേക്ക് എന്താ പറയുക, ഒരു മനോഹരമായിട്ടുള്ള ഒരു എഫക്റ്റായിരുന്നു വിവിയന് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ ഇൻസ്റ്റൻ്റ്ലി വിവിയനുമായിട്ട് റോബർട്ട് ഇഷ്ടത്തിലാകുന്നു. കാലക്രമേണ റോബർട്ട് തീരുമാനിക്കുകയാണ് വിവിയനെ തൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കണം, അതുപോലെ തന്നെ റോബർട്ടിന് വിവിയൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കണം. പക്ഷേ എന്താ പ്രശ്നം? റോബർട്ടിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ ഡേഞ്ചറസും അതുപോലെ സീക്രട്ട് മനോഭാവമൊക്കെയുള്ള ഒരു ലൈഫാണ്. അതൊരിക്കലും ആ ഒരു ലൈഫുമായിട്ട് വിവിയൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ റോബർട്ട് താല്പര്യപ്പെട്ടില്ല. കാരണം വിവിയൻ എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളും വായനയുമൊക്കെയായി വളരെ ശാന്തമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വിവിയന് തൻ്റെ പുസ്തകങ്ങൾ വായിച്ചുള്ള തൻ്റെ അറിവ് വെച്ചിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് റോബർട്ടിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലവരങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് കയറി വരും, എന്നിട്ട് അവരൊരുപാട് നല്ല ഇമ്പാക്റ്റുകൾ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരാളായിരുന്നു വിവിയൻ. അങ്ങനെ റോബർട്ട് തീരുമാനിക്കുകയാണ് വിവിയനെ വിവാഹം കഴിക്കണം. റോബർട്ട് വിവിയനെ പ്രപ്പോസ് ചെയ്യുന്നു, വിവാഹം കഴിക്കാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ റോബർട്ടിനൊരു കാര്യം അറിയാം, തൻ്റെ വളരെ രഹസ്യമായിട്ടുള്ള സീക്രട്ടായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ലൈഫ് അതൊരിക്കലും ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ റോബർട്ടിന് കഴിയത്തില്ല. അതുകൊണ്ട് ഒരു അപകടത്തിൽ താൻ മരണപ്പെട്ടു എന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിലൊരു പരിപാടി റോബർട്ട് ചെയ്യുന്നുണ്ട്. തൻ്റെ മരണത്തെ ഫേക്ക് ചെയ്യുന്നു. എന്നിട്ട് തൻ്റെ രൂപവും കാര്യങ്ങളും എല്ലാം മാറ്റി തലയൊക്കെ മുട്ടയടിച്ച് ഒരു സാധാരണക്കാരനെ പോലെ വിവിയൻ്റെ കൂടെ ജീവിക്കാനായിട്ട് തുടങ്ങുന്നു. ഇതിന് റോബർട്ടിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് റോബർട്ട് വർക്ക് ചെയ്യുന്ന അതേ ഏജൻസിയിലെ ഒരു സീനിയർ ഓഫീസറായിട്ടുള്ള സൂസൻ എന്ന സ്ത്രീയാണ്. സൂസനും റോബർട്ടിനും ഇടയിലുണ്ടായിരുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിലുപരി ഒരു സഹോദര ബന്ധമായിരുന്നു. അപ്പം അത്രത്തോളം റോബർട്ടിനെ ഒരുപാട് സൂസൻ ഇഷ്ടപ്പെട്ടിരുന്നു. സൂസനെ ചില സമയങ്ങളിൽ റോബർട്ട് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്നു എന്ന് വരെ തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ സൂസൻ്റെ അനുവാദത്തോടു കൂടി റോബർട്ട് ഈ ഒരു പരിപാടി ചെയ്ത് സൂസൻ്റെ സഹായത്തോടു കൂടി വിവിയനുമായിട്ട് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുന്നു. ഇവർ ജീവിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ബീച്ചിൻ്റെ അടുത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു വീടാണ്. അപ്പം അതിശാന്തമായിട്ടുള്ള ജീവിതം. ഈ സമയത്താണ് വിവിയൻ ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നത്. എന്താണ്?
എല്ലാവരും വായിച്ചിരിക്കേണ്ട 100 പുസ്തകങ്ങൾ എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതിനായിട്ട് അവർ പുസ്തകങ്ങൾ വായിക്കുന്നു. എന്നാൽ ഈ പുസ്തകം 97 പുസ്തകങ്ങളാക്കിയപ്പോൾ വിവിയന് ഒരു അസുഖം വരികയും ആ അസുഖത്തിൻ്റെ കാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് റോബർട്ടിനെ ഒരുപാട് പിടിച്ചു കുലുക്കുന്നുണ്ട്. തൻ്റെ വൈഫില്ലാത്തൊരു ജീവിതം റോബർട്ടിന് വളരെ ബുദ്ധിമുട്ടാകുന്നു. റോബർട്ടിന് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും വൈഫിൻ്റെ ഓർമ്മകൾ. ഇതിൽ നിന്ന് മാറാനായിട്ട്, തൻ്റെ പ്രിയപ്പെട്ടവളുമായി കൂടുതൽ ചേർന്നിരിക്കാനായിട്ട് റോബർട്ട് തൻ്റെ വൈഫ് തുടങ്ങി വെച്ച എല്ലാവരും വായിച്ചിരിക്കേണ്ട 100 പുസ്തകങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. അങ്ങനെ ബുക്ക് നമ്പർ 1 നിന്ന് റോബർട്ട് ഓരോ പുസ്തകങ്ങൾ വീതം വായിച്ചു തുടങ്ങുന്നു. അപ്പോഴും റോബർട്ടിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ശരി, ഇങ്ങനെ ഒതുങ്ങിക്കൂടി സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിച്ചാൽ ഒരിക്കലും ഈയൊരു മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന്, അതായത് വൈഫ് മരിച്ചുപോയ വിഷമത്തിൽ നിന്ന് റോബർട്ടിന് മാറാൻ കഴിയത്തില്ല. അതുകൊണ്ട് തിരക്കേറിയ സിറ്റിയിലേക്ക് റോബർട്ട് മാറി താമസിച്ചു തുടങ്ങി. അവിടെ ഒരു ഹാർഡ്വെയർ സ്റ്റോറിൽ റോബർട്ട് താമസിച്ചു തുടങ്ങുന്നു. റോബർട്ട് ആ സമയങ്ങളിലെല്ലാം തൻ്റെ പുസ്തക വായന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ശേഷം സിനിമ കാണുക. ഇവിടം തൊട്ട് ഇനി അങ്ങോട്ടുള്ള കഥ ഞാൻ സിനിമയിലത് പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടാൽ മതി. 3 ഭാഗങ്ങളുണ്ട്, 1, 2, 3. ഇനി നമുക്ക് ക്യാരക്ടർ അനാലിസിസിലേക്ക് പോകാം. പറഞ്ഞല്ലോ, റോബർട്ടിന് ഉറക്കം കിട്ടാറില്ല. അപ്പോൾ ഉറക്കം കിട്ടാണ്ടാകുമ്പോൾ റോബർട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ സമയവും തൻ്റെ വൈഫ് കൊടുത്ത പുസ്തകം വായിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് റോബർട്ടിൽ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കഥാപാത്രത്തിൻ്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ റോബർട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം, ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ മാനസികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. മാനസികമായിട്ട് റോബർട്ട് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യം. റോബർട്ട് തൻ്റെ ജീവിതത്തിന് മേൽ പൂർണ്ണ നിയന്ത്രണം വരുത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതായത് തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, തൻ്റെ ലൈഫ് തൻ്റെ കൺട്രോൾ വിട്ടു പോകാതെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ടൈം ബൗണ്ടായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയാണ് റോബർട്ട് ജീവിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റോബർട്ടിൻ്റെ വാച്ച് ഉപയോഗം. ഈ വാച്ച് ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും വാച്ചെന്ന് പറയുമ്പോൾ പോയി അനലോഗ് വാച്ചാണ് എടുക്കുന്നത്, സൂചിയൊക്കെ ഉള്ളത്. ഇദ്ദേഹം ഡിജിറ്റൽ വാച്ചാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ വാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു നോർമൽ ഡിജിറ്റൽ വാച്ചല്ല, നല്ല ഹൈ ഗ്രേഡ് സാധനമാണത്. ഈ ഡിജിറ്റൽ വാച്ചിൽ ഓരോ കാര്യങ്ങൾക്കും സ്റ്റോപ്പ് വാച്ചും ടൈമറും ഉപയോഗിച്ച് നിശ്ചിതമായ സമയത്തിലാണ് റോബോട്ട് ചെയ്യുന്നത്. ഒരു ദിവസം അത്രത്തോളം ചിട്ടയോടുകൂടിയാണ് റോബോട്ട് തൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് 7:30 റോബോട്ട് ഉണരാറുണ്ട്. 7:30 മുമ്പ് റോബോട്ട് ഉണരാറുണ്ട്. ഉറക്കം കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്, എന്നാലും രാത്രി മുഴുവൻ ഉണർന്നിരുന്നിട്ട് എപ്പോഴോ കുറച്ച് നേരം ഉറങ്ങാറുണ്ട്. എന്നിരുന്നാൽ പോലും 7 മണിക്ക് 7:30 മുൻപ് റോബോട്ട് ഉണർന്നിരിക്കും. ഉണർന്നതിന് ശേഷം മിലിറ്ററിയിലെ തൻ്റെ ട്രെയിനിങ് പോലെ തന്നെ 3 മിനിറ്റിനുള്ളിൽ 3 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ കുളിച്ച് ഡ്രസ്സ് മാറാറുണ്ട് റോബോട്ട്. പല്ല് തേക്കുന്നതിനും റോബോട്ട് ക്ലീൻ ചെയ്യുന്നതിനും എല്ലാത്തിനും റോബോട്ട് ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും, ഇദ്ദേഹത്തിന് 50 വയസ്സിന് പുറത്ത് പ്രായമുണ്ട്. പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് 30 വയസ്സ് 25 വയസ്സുള്ള ആളുകളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സാണ്. അതിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ റോബോട്ടിൻ്റെ കയ്യിലുണ്ട്. താൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും, താൻ വർക്ക് ചെയ്ത ആ ഒരു മേഖലയിൽ നിന്നും, പട്ടാളത്തിൽ നിന്നുമെല്ലാം താനൊരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. തൻ്റെ വായനയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ ഉണ്ട്. രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രൂട്ട്സും പാലുമൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്മൂത്തിയാണ് അദ്ദേഹം ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും കഴിക്കാറില്ല. കോഫി, ചായ അതൊന്നും രാവിലെ കുടിക്കുന്നത് കാണാറില്ല. എന്നിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹാർഡ്വെയർ സ്റ്റോറിലോട്ട് പോകുന്നു. എന്തിന് ഹാർഡ്വെയർ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു? ഈ ഹാർഡ്വെയർ സ്റ്റോർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യണം. ഇവിടെ ഒരുപാട് സിമെൻറ്റ് ചാക്കുകൾ നിറച്ച് വെച്ചേക്കുന്ന ഒരു ട്രോളി അനായാസമായി റോബോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സർസൈസ് ആയിട്ടാണ് റോബോട്ട് അവിടെ ചെയ്യുന്നത്. സാധാരണ ആളുകളെ പോലെ ഒരുപാട് ലേറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് 6:30-7 മണിക്കുള്ളിൽ റോബോട്ട് തൻ്റെ ഡിന്നർ കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. താൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ചവറായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടില്ല. ഒരു വാച്ച്, ഒരു ബെഡ്, ആവശ്യത്തിന് ബെഡ്ഷീറ്റ്, അതെല്ലാം പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് ഒതുക്കിയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ വെച്ചാലേ ശരിയാവത്തുള്ളൂ. നീറ്റ്നെസ് ഭയങ്കരമായിട്ട് റോബോട്ട് നോക്കാറുണ്ട്. ഓരോ കാര്യങ്ങൾ പെർട്ടിക്കുലർ രീതിക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുക, ഇതൊക്കെ റോബോട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ശേഷം റോബോട്ട് തൻ്റെ കിച്ചണിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്, ഒരു പ്ലേറ്റ്, ഒരു നൈഫ്, ഒരു ഫോർക്ക്, ഇതെല്ലാം വളരെ നീറ്റായിട്ട് കഴുകി സൂക്ഷിച്ച് വയ്ക്കും. എങ്കിൽ മാത്രമേ റോബോട്ടിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ റോബോട്ടിന് തൻ്റെ ലൈഫ് തൻ്റെ കൺട്രോളിൽ തന്നെ ഉണ്ട് എന്നൊരു വിശ്വാസം വരികയുള്ളൂ. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ റോബോട്ട് പുസ്തകം വായന തുടങ്ങും.
പുസ്തകം വായന തുടങ്ങിയതിന് ശേഷം ഉറങ്ങാനായി കട്ടിലിൽ പോയി ഇരിക്കുമെങ്കിലും 1 മണി 2 മണി വരെ എല്ലാം ഉറങ്ങാതെ പുസ്തകം വായിച്ചുകൊണ്ട് റോബർട്ട് ഇരിക്കുന്നു. അങ്ങനെ റോബർട്ട് രാത്രി ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നതിന് പകരമായിട്ട് ഇദ്ദേഹം അവിടെ അടുത്ത് 24/7 ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കഫേയുണ്ട്. ആ കഫേയിലോട്ട് പോകും. ആ കഫേയിലോട്ട് പോണ കാഴ്ച നല്ല രസമാണ് കേട്ടോ. ഒരു ജാക്കറ്റ് എടുക്കും, ഒരു ടിഷ്യൂ പേപ്പർ ടേബിളിൽ ഇങ്ങനെ വെക്കും, എന്നിട്ടൊരു തേയിലയുടെ ടീ ബാഗ് ഈ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടത് മടക്കി ടിഷ്യൂ പേപ്പർ പോക്കറ്റിൽ വയ്ക്കും. ആ ടിഷ്യൂ പേപ്പറിലോട്ട് അഴുക്കൊന്നും പറ്റാതിരിക്കാനായിട്ടാണ്, ആ ടീ ബാഗിലോട്ട് അഴുക്കൊന്നും പറ്റാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് തൻ്റെ പുസ്തകവുമായിട്ട് റൂമിൽ ലോക്ക് ചെയ്ത് ആ ഒരു 24/7 കഫേയിലോട്ട് പോകും. കഫേയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ചൂടുവെള്ളം ചോദിക്കും. ഈ ഒരു ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്തിൽ റോബോട്ട് ഒരു കാര്യം ചെയ്യും. ഈ ഒരു ഹോട്ടലിലുള്ള നൈഫ്, ഫോർക്ക്, സ്പൂൺ, ഇതിൽ ഫോർക്കും നൈഫും മാറ്റിയിട്ട് സ്പൂൺ എടുത്തൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ ഒതുക്കി വയ്ക്കും. എന്നിട്ട് തൻ്റെ ആ ബുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കും. അദ്ദേഹത്തിനെ കണ്ടീഷൻ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനെ ആ ഒരു പുസ്തക വായന, രാത്രി ഉണർന്നിരുന്ന് പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ ആ ഒരു വായനയ്ക്ക് വേണ്ടി തന്നെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ ബുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. എന്നിട്ടൊരു കപ്പ് എടുത്ത് വയ്ക്കും. അപ്പോൾ അയാൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് താൻ കൊണ്ടുവന്ന ടീ ബാഗ് ആ ചൂടുവെള്ളത്തിലിടും. അപ്പോൾ ഇദ്ദേഹം ഷുഗർ ഉപയോഗിക്കാറില്ല. കാരണം അതാണ് 50-60 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ തൻ്റെ പീക്ക് ഫിസിക്കൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഷുഗർ എന്ന് പറയുന്ന സാധനം റോബർട്ട് ഉപയോഗിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് റോബർട്ടിൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്. അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കും, വരുന്ന ആളുകൾ അദ്ദേഹത്തിനോട് സംസാരിക്കും, അതുവരെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. വെളുപ്പാങ്കാലം കുറേ നേരം വായിച്ചിട്ട് തിരിച്ചു പോയി കിടന്ന് കിട്ടുന്ന സമയത്ത് ഉറങ്ങും. വീണ്ടും ആ റൊട്ടീൻ കണ്ടിന്യൂ ചെയ്യും. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ റുട്ടീനിൽ ഇദ്ദേഹം തൻ്റെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപേ തൻ്റെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി, അത് വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. എന്നിരുന്നാൽ പോലും എപ്പോഴും നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മോർണിംഗ് റുട്ടീൻ അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ബിക്കോസ് മോർണിംഗ് റുട്ടീൻ വളരെ നല്ലൊരു കാര്യമാണെന്ന് നമ്മുടെ മുതിർന്നവരും അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലേക്ക് നമ്മൾ ഒട്ടുമിക്ക ആക്ഷൻ ഹീറോസിനെ, ഈ എക്സ് ആർമി, എക്സ് ഏജൻറ്റ്, ഇങ്ങനത്തെ ഒരുപാട് ആക്ഷൻ ഹീറോസിനെ എടുത്ത് നോക്കിയേ. എല്ലാവർക്കും ആരോടും സംസാരിക്കാതെ, ചിരിയില്ലാതെ, ഗൗരവത്തിൽ, മിതഭാഷയായിട്ട് വളരെ കുറച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കടുപ്പത്തിന് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആക്ഷൻ ഹീറോസിനെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഏറെക്കുറെ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാറുണ്ട്. മാസാണ് കഥാപാത്രം. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ഹീറോയാണ് റോബർട്ട് മിക്കോൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ആളുകൾക്കൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് വരാറുണ്ടെന്നും, എന്താ പറയുക, ഒരു ചിരിയോടുകൂടിയും സ്നേഹമനോഭാവത്തോടു കൂടിയും സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബഹുമാനം കിട്ടുമെന്നും നമ്മളെ വളരെ മനോഹരമായിട്ട് കാണിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു കഥാപാത്രമാണ് റോബർട്ട് മിക്കോളിൻ്റേത്. അതൊരു നല്ല ബിഹേവിയർ ആണെന്ന് ചോദിച്ചാൽ വളരെ നല്ലൊരു ബിഹേവിയറാണ്. എല്ലാവരോടും ഒരു ചിരിയോടുകൂടി ശാന്തമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ റോബർട്ട് ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിനും റോബർട്ടിനോട് ഭയങ്കര സ്നേഹമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കസ്റ്റമേഴ്സ് അവരുടെ കാര്യങ്ങളെല്ലാം റോബർട്ടുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതാണ്. എപ്പോഴും ശാന്തനാണ്, ഒരു ചിരി മുഖത്തുണ്ടാവും. എന്നാൽ അധികം ആളുകളെ തൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അത് ഈ റോബോട്ട് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് എല്ലാം ഒരു ലിമിറ്റിൽ, എല്ലാവരോടും ചിരിച്ചിടപെട്ടാണ് സംസാരിക്കുന്നത്. ചോദിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള മറുപടികളാണ് കൊടുക്കാറ്. ഈ ഒരു ബിഹേവിയറിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരോടും ശാന്തമായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് എപ്പോഴും എല്ലാവരും സമാധാനമായിട്ടിരിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് ഒരാളൊരു രീതിക്ക് പെരുമാറിയാൽ ജസ്റ്റ് ചിരി ഒന്ന് നിർത്തിയാൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റും. അത് ഈ ഒരു കഥാപാത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. രണ്ടാമത്തത് തൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്. റോബർട്ട് ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ പോലും താൻ ചെയ്യുന്ന ഡെയിലി ടാസ്കുകളിൽ ഒരു എക്സർസൈസ് കണ്ടെത്തി അത് തൻ്റെ ലൈഫിൻ്റെ ആ ഒരു എക്സർസൈസിനെ തൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടും ഭക്ഷണങ്ങളെല്ലാം നോക്കിയും കണ്ടും കഴിച്ചുകൊണ്ടുമെല്ലാം 50 വയസ്സാണെങ്കിൽ പോലും അതിനെക്കാട്ടിയും പ്രായം കുറഞ്ഞ ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് റോബോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഫൈറ്റിംഗ് സ്റ്റൈൽ. ഒരുപാട് ഫൈറ്റിംഗ് സ്റ്റൈലുകളുടെ മിക്സായിട്ടാണ് റോബോട്ടിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ വരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഏതൊരു വിഷയത്തെയും സ്ട്രാറ്റജി വെച്ച് അപ്രോച്ച് ചെയ്യുന്ന റോബോട്ടിൻ്റെ ബിഹേവിയറാണ്. കാരണം ഈ സിനിമയിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൂമിലോട്ട് ഫൈറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും ആ റൂം ഫുൾ റോബോട്ടൊന്ന് വീക്ഷിക്കും. അവിടെ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് പെരുമാറാൻ പറ്റും,
എത്ര പേരുണ്ട്, അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട്, അവർ വല്ല ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടോ, അത് വെച്ച് എന്തെങ്കിലും അവരെ പ്രതിയോഗിയെ കീഴ്പ്പെടുത്താൻ പറ്റുമോ, അവരുടെ ശക്തി എത്ര, അവരുടെ വീക്ക്നെസ് എത്ര, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യും റോബോട്ട്. 17 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 17 സെക്കൻഡിനുള്ളിൽ തന്നെ റോബോട്ട് ആ ഒരു അത്ര പേരെയും അടിച്ച് നിലത്തിടാറുണ്ട് വളരെ എഫക്റ്റീവായിട്ട്. അങ്ങനെ ഒരു ദിവസം തൻ്റെ ശാന്തമായിട്ടുള്ള ജീവിത കാലഘട്ടത്തിന് ശേഷം ഒരു ദിവസം റോബോട്ടിന് ഒരു കൂട്ടം ആളുകളെ അടിച്ച് നിലത്തിടേണ്ടി വന്നു. അതിനുശേഷം തൻ്റെ പരിചയക്കാരനായിട്ടുള്ള ഒരാളുടെ, സാധുവായിട്ടുള്ള ഒരാളെ മറ്റ് 2 പേരിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെടുത്തി. ആ ദിവസങ്ങളിൽ റോബോട്ട് സുഖമായി കിടന്നുറങ്ങി. അതിൽ നിന്ന് റോബോട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, റോബോട്ടിൻ്റെ കഴിവുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അടച്ചു മൂടിയൊരു റൂമിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റിയ ഒരാളല്ല റോബോട്ട്. അത്രയും കാലവും സമാധാനമായിട്ടിരിക്കാൻ കഴിഞ്ഞത് ആ ഒരു എനർജിയും കൂടെ തൻ്റെ വൈഫിൻ്റെ അടുത്തുള്ള സ്നേഹത്തിന് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ്. അല്ലാത്ത പക്ഷം റോബോട്ട് ഒരു ഫൈറ്ററാണ്. ഒരു ഫൈറ്ററായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നെന്നും പറഞ്ഞ് ഒരു സമാധാനവും കിട്ടത്തില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് അതാണ്, അദ്ദേഹം പഠിച്ചെടുത്ത തൻ്റെ എബിലിറ്റികൾ അതാണ്. അത് എന്താ പറയുക, നമ്മൾ പറയാറില്ലേ, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അടുത്ത് പോയി വയലിൻ വായിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാകത്തില്ലേ, പ്രൊഫഷണൽ വയലിനിസ്റ്റ് ആവാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും, കേട്ടിട്ടില്ലേ ആ ഒരു മീം? ഏകദേശം അതേ ഒരു സംഭവമാണ് റോബോട്ടിൻ്റെ ഈ ഒരു ബിഹേവിയറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശേഷം പിന്നീട് ഈ സിനിമയിൽ അങ്ങോട്ട് പോകവേ റോബോട്ട് ഒരു പാർട്ട് ടൈം ജോബാക്കി മാറ്റുന്നുണ്ട്, ആളുകളെ സഹായിക്കുക. അങ്ങനെ ഈ സിനിമയിൽ പല ആളുകളെയും റോബോട്ട് സഹായിക്കുന്നതായി കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി പറയുന്നത് റോബോട്ടിൻ്റെ ടൈം ഫ്രെയിമിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സംഭവങ്ങൾ പോലും, വലുതൊന്നും ആദ്യമേ ചെയ്തു തുടങ്ങണ്ട, ഒരു ചെറിയ സംഭവം, പല്ല് ചെയ്യുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം നമ്മുടെ എഫിഷ്യൻസിയെ ഒരുപാട് കൂട്ടുമെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് റോബോട്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആദ്യമേ ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായി ചിരിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഗുണദോഷങ്ങളെക്കുറിച്ചും മെറിറ്റിനെയും ഡീമെറിറ്റിനെയും കുറിച്ചും തൻ്റെ കൺട്രോളിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ശാന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് റോബോട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഇമ്പാക്റ്റുകളും ഇൻഫ്ലുവൻസുകളും ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ആക്ഷൻ ഫിലിമാണ് ഇക്വലൈസർ. അത് 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗമുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കുക. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് റോബോട്ട് മിക്കോളിൻ്റെ ക്യാരക്ടർ അനാലിസിസ്. ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഈ ക്യാരക്ടറിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ട ആളുകൾ ഈ ഒരു കഥാപാത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ